ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസിൽ നമുക്ക് അടുത്ത് പറയാനുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് അഥവാ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയാനുള്ളത്. എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്നതാണ്. 8 തരത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സേഫ് ഗാർഡ്സ് ദ മണി ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡ് വൺ എൻഷുവേഴ്സ് സക്സസ് ഓഫ് കോർപ്പറേറ്റ്. തേർഡ് വൺ ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. Fourth one improves the company's reputation. Fifth one enhances sustainability. Sixth one minimizes waste, risk, corruption and mismanagement. Seventh one builds good corporate citizenship. Eighth one global attraction. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സേഫ് ഗാർഡ്സ് ദ മണി ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണത്തിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് മെനി ഇൻവെസ്റ്റേഴ്സ് ആൾ ഓവർ ദ വേൾഡ് ഹാവ് ലോസ്റ്റ് മണി ഇൻ പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി മാർക്കറ്റ്സ് ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് ബൈ ഫേംസ്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻസി ആൻഡ് അഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ് which are necessary to make an informed decision by the investors and safeguard their money from unscrupulous promoters. അതായത് മെനി ഇൻവെസ്റ്റേഴ്സ് ആൾ ഓവർ ദ വേൾഡ് ഹാവ് ലോസ്റ്റ് മണി ഇൻ പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും നോർമലി ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പണം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് ബൈ ദ ഫേംസ്. ഫേമുകൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാത്ത കാരണം കൊണ്ട് അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത കാരണം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പ്രൈമറി മാർക്കറ്റിലോ സെക്കൻഡറി മാർക്കറ്റിലോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഫേമുകൾക്ക് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിന് നിർബന്ധമായിട്ടും അവരുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സും നോൺ ഫിനാൻഷ്യൽ മാറ്ററുകളും ആഡിക്വേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻസി ആൻഡ് അഡിക്വസി. സുതാര്യതയും അതുപോലെ തന്നെ കൃത്യതയും ഉറപ്പുവരുത്തുന്നുണ്ട്. ഡിസ്ക്ലോഷർ ചെയ്യുന്നതിൽ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിച്ച് ആർ നെസസറി ടു മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ ബൈ ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിനും അഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ഉണ്ടാവുന്നതിനും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സേഫ് ഗാർഡ് ദ മണി ഫ്രം അൺസ്ക്രൂപ്പുലസ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് തെറ്റായ രീതിയിൽ അവരുടെ പണം വിനിയോഗിക്കുന്നതിനെ തടയാൻ അതൊരു സഹായകരമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം സംരക്ഷണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ സേഫ് ഗാർഡ്നെസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള സിസ്റ്റമാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള സിസ്റ്റം ഉണ്ടായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായിട്ട് നോളേജ് ലഭിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി ആൻഡ് ആഡിക്വസി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മാറ്ററുകളിലെ സുതാര്യതയും അതുപോലെ തന്നെ കൃത്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ഡ്യൂട്ടി ഡയറക്ടർ ബോർഡിന് വന്നു ചേരും. അതിൻ്റെ ഭാഗമായിട്ട് അൺസ്ക്രൂപ്പുലസ് പ്രൊമോട്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണത്തിൻ്റെ സേഫ് ഗാർഡ്നെസ്സിന് ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് എൻഷുവേഴ്സ് സക്സസ് ഓഫ് കോർപ്പറേറ്റ്. A corporation consists of various stakeholders such as employees, investors, customers, vendors, government and society at large. For the growth and success of a corporate, it is important that interest of various stakeholders do not come in conflict. Good corporate governance practices and transparency ensure openness, integrity and accountability. In such situations, decisions are taken to ensure a fair deal to all stakeholders and thus the success of the organization. നമുക്കറിയാം കോർപ്പറേഷൻസിൻ്റെ സക്സസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ. സ്റ്റേക്ക് ഹോൾഡർ പറഞ്ഞാൽ വ്യക്തിയാകാം, ഓർഗനൈസേഷൻ ആകാം, സോഷ്യൽ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ സൊസൈറ്റി ആകാം. ദാറ്റ് ഹാസ് എ സ്റ്റേക്ക് ഇൻ ബിസിനസ്സിൽ ഒരു സ്റ്റേക്ക് അല്ലെങ്കിൽ ഹോൾഡുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡറിൽ ആരൊക്കെ വരാം? എംപ്ലോയീസ് വരാം, കസ്റ്റമേഴ്സ് വരാം, ക്രെഡിറ്റേഴ്സ് വരാം, സപ്ലയേഴ്സ് വരാം, സൊസൈറ്റി വരാം. ദേ ആർ ദ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു
കൺസിസ്റ്റഡ് ആണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്, ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കോർപ്പറേഷൻ്റെ ഡ്യൂട്ടിയാണ്. സോ every types of stakeholders has their own interest and it has to be protected by a corporation. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കോർപ്പറേഷൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഡു നോട്ട് കം ഇൻ കോൺഫ്ലിക്റ്റ്. ഈ സ്റ്റേക്ക് ഹോൾഡർമാർ തമ്മിൽ ഒരിക്കലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാതിരിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റുകളിൽ യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യമില്ലാതിരിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസും ഓപ്പൺനെസ്സും ഇൻറ്റഗ്രിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഓർഗനൈസേഷന് വന്നു ചേരും. നല്ല രീതിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഓർഗനൈസേഷന് സ്വാഭാവികമായിട്ടും ഓപ്പൺനെസ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് വന്നു ചേരും. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട മാറ്ററുകളിൽ ഡിസിഷൻസ് എടുക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നതിനും ഓർഗനൈസേഷന് സാധിക്കും. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആശയം ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആ ആശയത്തിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ്, സൊസൈറ്റി, ഗവൺമെൻറ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഈ സ്റ്റേക്ക് ഹോൾഡർമാരുടെ എല്ലാം ഇൻട്രസ്റ്റുകളിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാതെ കൈകാര്യം ചെയ്യുന്നതിനും ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡു നോട്ട് കം ഇൻ കോൺഫ്ലിക്റ്റ്. ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോൺഫ്ലിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ കോർപ്പറേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺനെസ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്നതിന് കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കുന്നുണ്ട്. ഓപ്പൺനെസ്, അതുപോലെ തുറന്നു പറയാനുള്ളൊരു ഭാവം, അതുപോലെ തന്നെ കണക്ക് പറയൽ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി, ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത എന്നുള്ള 3 പ്രധാന ബേസിക് ക്വാളിറ്റികൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേഷൻസിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻസിൽ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത കൊണ്ടുവരുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫെയർ ഡീലിങ്സ് നടപ്പിലാക്കാനും കോർപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തത് ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻസ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് company can raise capital efficiently and effectively. Good corporate governance controls insider trading, handling of investor grievances efficiently, disclosure of interest by management in financial and non-financial deals, and similar practices. Such practices enhance the credibility of the organization and help to gain as well as maintain the confidence of domestic and foreign investors and financial institutions who are ready to provide long-term funds at a reasonable cost. അതായത് ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന സ്ഥാപനത്തിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മൂലധനം റൈസ് ചെയ്യാൻ ഓർഗനൈസേഷനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇൻവെസ്റ്റർ ഗ്രീവൻസുകൾ കൃത്യമായിട്ടും എഫിഷ്യൻ്റായിട്ടും ഹാൻഡിൽ ചെയ്യുകയും ഇൻസൈഡർ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡീലുകളുമായിട്ട് കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റീസണബിൾ കോസ്റ്റിൽ അല്ലെങ്കിൽ കുറഞ്ഞ കോസ്റ്റുകളിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ പണം സമാഹരിക്കുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് ഫണ്ടുകളും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും സ്വരൂപിക്കുന്നതിനും ഫണ്ടുകളുടെ ഈസി അവൈലബിലിറ്റി നടപ്പിലാക്കുന്നതിനും കോർപ്പറേഷൻസിനെ കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കുന്നുണ്ട്. അടുത്തത് ഇംപ്രൂവ്സ് കമ്പനീസ് റെപ്യൂട്ടേഷൻ. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റെപ്യൂട്ടേഷൻ പറഞ്ഞാൽ ഗുഡ് വില്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് can increase companies' reputation. If corporate governance policies are transparent, more stakeholders will be willing to work with the organization. The practice of sharing internal information with the key stakeholders is known as transparency, which allows people to feel more confident and understand that organizations have little or nothing to hide. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷന് റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വിൽ വന്നു ചേരും. കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് വരുന്നുണ്ട്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും മേജർ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്പനിക്ക് വന്നു ചേരുകയും അതിൻ്റെ ഭാഗമായിട്ട് സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുകയും ചെയ്യും. ഇൻറ്റേർണൽ ഇൻഫർമേഷൻസ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കമ്പനിയുടെ ഒരു ധർമ്മമാണെന്നാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഇൻഫർമേഷൻ കമ്പനിയുമായിട്ടുള്ള ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആകാം, അനാലിസിസ് ആകാം, ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ ഇൻഫർമേഷൻസ്
സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പെറൻസിയിലേക്ക് സുതാര്യത വന്നു ചേരുകയും ദേ ഫീൽ മോർ പ്രൊട്ടക്ഷൻ ആൻഡ് കോൺഫിഡൻസ്, അവർക്ക് കൂടുതൽ കോൺഫിഡൻസും അതുപോലെ തന്നെ പീപ്പിൾസിന് കൂടുതൽ പ്രൊട്ടക്ഷൻസും ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചിന്തിക്കും, ദേ തിങ്ക് ദാറ്റ് ഓർഗനൈസേഷൻ ഹാസ് നത്തിങ് ടു ഹൈഡ് ഓർ ഹാവ് എ ലിറ്റിൽ തിങ് ടു ഹൈഡ്. ഓർഗനൈസേഷൻസ് ഹൈഡ് ചെയ്യുന്നില്ല, ഒരു കാര്യം പോലും മറച്ചു വെക്കുന്നില്ല അല്ലെങ്കിൽ കൺസീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷനെ കുറിച്ചിട്ടൊരു മതിപ്പ് അല്ലെങ്കിൽ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. നത്തിങ് ടു ഹൈഡ് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുന്നില്ല അല്ലെങ്കിൽ കൺസീൽ ചെയ്യുന്നില്ല. ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാകുമ്പോഴാണ് കോർപ്പറേറ്റ് ഗവേണൻസ് പരാജയമായി മാറുന്നത് അല്ലെങ്കിൽ കോർപ്പറേഷൻ പരാജയമായിട്ട് മാറുന്നത്. കമ്പനി പരാജയമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വൈൻഡപ്പിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകരുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഗവൺമെൻറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കുമൊക്കെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും കസ്റ്റമർക്കൊക്കെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകരുന്നത്. മറിച്ച് അവർക്ക് വിശ്വാസം നേടിയെടുക്കാൻ കമ്പനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓപ്പറേഷൻസിൽ സുതാര്യത ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ദേ തിങ്ക്സ് ദാറ്റ് ദ കമ്പനി ഹാസ് നത്തിങ് ടു ഹൈഡ്, കമ്പനിക്ക് ഹൈഡ് ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവരിൽ വളർത്തിയെടുക്കാനും കഴിയും. അടുത്തത് എൻഹാൻസസ് സസ്റ്റൈനബിലിറ്റി. എന്താണ് എൻഹാൻസസ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നോക്കാം. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഹാൻസസ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻസ്. സച്ച് ഓർഗനൈസേഷൻസ് ആർ ഏബിൾ ടു ക്വിക്ക്ലി ഐഡൻറ്റിഫൈ ആൻഡ് റീസോൾവ് any issues, thus reducing the likelihood of costly corporate crises and scandals. Of course, new issues may arise which an organization is unable to anticipate, but a good governance system can manage such eventualities easily in order to safeguard its reputation and images. അതായത് സസ്റ്റൈനബിലിറ്റി എൻഹാൻസ് ചെയ്യും. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവൈവൽ അല്ലെങ്കിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു പ്രവണത. അപ്പോൾ നല്ല രീതിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ക്വിക്ക്ലി ഐഡൻറ്റിഫൈ ആൻഡ് റീസോൾവ് എനി ഇഷ്യൂസ്, എന്ത് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായാലും ഇഷ്യൂസ് ഉണ്ടായാലും അതിനെ പെട്ടെന്ന് കണ്ടെത്താനും അതിനെ റീസോൾവ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻസിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ക്രൈസിസും സ്കാൻഡൽസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും വലിയ ക്രൈസിസ് ആയിട്ട് അല്ലെങ്കിൽ സ്കാൻഡലായിട്ട് ഉണ്ടായത് ഹർഷ മേത്ത സ്കാൻഡലാണ്. അതിനുശേഷമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയം വന്നത് നമ്മൾ പറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു സ്കാൻഡലാണ് ഹർഷ മേത്ത സ്കാൻഡൽ. പിന്നെ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള വിജയ് മല്യ സ്കാൻഡൽ, അതുപോലെ തന്നെ നീരവ് മോഡി, ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതിന് നമുക്ക് തടയാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫിനാൻഷ്യൽ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രൈസിസിനെ തടയുന്നതിനും എന്നെന്നും നിലനിൽക്കുന്നൊരു അവസ്ഥ കൊണ്ടുവരുന്നതിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആൻറ്റിസിപ്പേഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ന്യൂ ഇഷ്യൂസ് ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ ന്യൂ ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ പ്രോബ്ലംസിനെ മറികടക്കുന്നതിനും അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ തിരിച്ചു കൊണ്ടുവരുന്നതിനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. തെറ്റായ പ്രവണതകൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നതിനും അവരെ സ്ഥാപനത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു സിസ്റ്റം കോർപ്പറേറ്റ് ഗവേണൻസ് വഴി അവർക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് മിനിമൈസസ് വേസ്റ്റ്, റിസ്ക്, കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. കമ്പനീസ് കമ്മിറ്റഡ് ടു ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് ഗവേണൻസ് പ്രാക്ടീസസ് will likely find that certain risks are significantly reduced. Strong governance practices will certainly increase levels of transparency, trust and integrity, all of which create an environment conducive to reducing risk, opportunities for corruption and any source of mismanagement. കമ്പനികളെ സംബന്ധിച്ചും അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് റിസ്ക്കാണ്. റിസ്ക് എന്നുള്ളത് എന്താണ്? റിസ്ക് മീൻസ് അൺസർട്ടനിറ്റി ഓഫ് ലോസ് അറൈസിങ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഉണ്ടാകാവുന്ന നഷ്ടത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ലോസിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. റിസ്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അതിനെ റെഡ്യൂസ് ചെയ്യാനേ കഴിയുള്ളൂ. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ റിസ്കിനെ താരതമ്യേന നമുക്ക് റെഡ്യൂസ് ചെയ്യാം. റിസ്ക് വരുന്ന മേഖലകൾ കണ്ടെത്തുന്നതിനും അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനിക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി വളർത്തിയെടുക്കാൻ കഴിയും. ട്രാൻസ്പെറൻസി, ട്രസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി വളർത്തിയെടുക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കറപ്ഷൻ ആൻഡ് എനി സോഴ്സ് ഓഫ് മിസ്മാനേജ്മെൻറ്റ്. കറപ്ഷൻസ് ഉണ്ടാവുകയാണെങ്കിലോ സ്ക്രൈബുകൾ കറപ്ഷൻസ് അതുപോലെ തന്നെ മിസ്മാനേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഉറവിടങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാലോ അതിനെയൊക്കെ നമുക്ക് കണ്ടെത്താനും എളുപ്പത്തിൽ തന്നെ അതിനെ അവോയ്ഡ് ചെയ്യാനും ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ബിൽഡ്സ് ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. Good corporate governance aims at enhancing welfare of all the stakeholders and creating sustainable value for them and also maintaining a balance between economic and social benefit.
Adoption of good corporate governance converts any organization from a mere corporate to a good corporate citizen. അതായത് ഒരു കോർപ്പറേഷനെ നല്ല രീതിയിലുള്ളൊരു കോർപ്പറേറ്റ് സിറ്റിസനാക്കി മാറ്റുന്നത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. വെറും ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നതിനെ എന്താക്കി മാറ്റി വെച്ചിരുന്നത് ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസനാക്കി മാറ്റുന്നതിന് സഹായകപരമായ ഒരു സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഹാൻസിങ് ദ വെൽഫെയർ ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എയിം തന്നെ. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ക്ഷേമം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അവരെ എൻഹാൻസ് ചെയ്യുക, അവരുടെ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ഗവേണൻസ് എന്ന ആശയം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റുകൾ തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മെയിൻറ്റെയിനിങ് ബാലൻസ് കൊണ്ടുവരാൻ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമായി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ആൻഡ് ക്രിയേറ്റിംഗ് സസ്റ്റൈനബിൾ വാല്യൂ ഫോർ ദം. അതുപോലെ തന്നെ കോർപ്പറേഷൻസിന് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ കോർപ്പറേഷൻസിനും എന്തുണ്ടാവുന്നുണ്ട്, സസ്റ്റൈനബിൾ വാല്യൂ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നെന്നും നിലനിൽക്കാനുള്ള ഒരു ക്രമം അല്ലെങ്കിൽ എന്നെന്നും നിലനിൽക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നതിനും അതൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് വരും, കൺവേർട്സ് ആൻ ഓർഗനൈസേഷൻ ഫ്രം മിയർ കോർപ്പറേറ്റ് ടു ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺ. ഇത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് കൺവേർട്ട് ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനെ കോർപ്പറേറ്റ് എന്നതിൽ നിന്നും കോർപ്പറേറ്റ് സിറ്റിസൺ എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ജസ്റ്റ് ഫ്രം എ മിയർ കോർപ്പറേറ്റ് ടു കോർപ്പറേറ്റ് സിറ്റിസൺ. ഒരു കോർപ്പറേറ്റ് എന്ന വാക്കിൽ നിന്ന് ഉപരി നല്ല രീതിയിലുള്ളൊരു കോർപ്പറേറ്റ് സിറ്റിസണായി പ്രവർത്തിക്കാൻ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അഡോപ്ഷൻ എന്നുള്ളത് ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഗ്ലോബൽ അട്രാക്ഷൻ. എന്താണ് ഗ്ലോബൽ അട്രാക്ഷൻ എന്ന് നോക്കാം. ഇൻ ദ എറ ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ വിച്ച് ട്രേഡ് ബാരിയേഴ്സ് ഹാവ് ബീയിങ് ഗ്രാജ്വലി റിമൂവ്ഡ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോസ് ആർ ക്രോസിംഗ് ബിയോണ്ട് കൺട്രി ബോർഡേഴ്സ്, good corporate governance is an important consideration for foreign institutional investors and also for those who bring in foreign direct investment. These inflows are very important for economic growth of any country. ഗ്ലോബൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇൻ വിച്ച് ട്രേഡ് ബാരിയേഴ്സ് ഹാവ് ബീയിങ് ഗ്രാജ്വലി റിമൂവ്ഡ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോസ് ആർ ക്രോസിംഗ് ബിയോണ്ട് കൺട്രി ബോർഡേഴ്സ്. അതുകൊണ്ട് തന്നെ ട്രേഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ബാരിയേഴ്സുകളെല്ലാം റിമൂവ് ചെയ്ത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന 3 ആശയത്തിൻ്റെ ഭാഗമായിട്ട് ലൈസൻസിങ്ങും കോട്ടാസും ഒക്കെ അബോളിഷ് ചെയ്യുകയും വ്യാപാരം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്, കൺട്രി ബോർഡറുകളിലേക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ച് ഇമ്പോർട്ടും അതുപോലെ തന്നെ ക്രോസ് വേൾഡ് ട്രാൻസ്ഫർ ഓഫ് കൺട്രി ക്യാപിറ്റൽ ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫിനാൻസിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസ്ഫറിങ് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ചിട്ടുള്ള ഒരു ഗുഡ് റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് വിദേശ നിക്ഷേപം അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് വന്നു ചേരുന്നതിനും സഹായിക്കുന്നുണ്ട്. ദീസ് ഇൻഫ്ലോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എനി കൺട്രി. ഏതൊരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിനും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ പോലെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത് വഴി ഗ്ലോബൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് എക്കണോമിക് ഗ്രോത്ത്, രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൻ്റെ വർധനവിനും അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബെനഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഷുർ ദ സക്സസ് ഓഫ് കോർപ്പറേറ്റ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ കോർപ്പറേറ്റിന് പൂർണ്ണമായും സക്സസ് നേടിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പണം സമാഹരിക്കാം. പണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫണ്ട്, ക്യാപിറ്റൽ സമാഹരണത്തിന് പണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം സോഴ്സസിന് ആവശ്യമുള്ള ഫണ്ട് റീസണബിൾ കോസ്റ്റിൽ സമാഹരിക്കാൻ ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇംപ്രൂവ്സ് കമ്പനീസ് റെപ്യൂട്ടേഷൻ. മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻറ്റേർണൽ ഇൻഫർമേഷൻസ് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പെറൻസിയും അതോടുകൂടി തന്നെ വിച്ച് ഫീൽ മോർ കോൺഫിഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കാനും അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അതുപോലെ തന്നെ ഗുഡ് വിൽ
വളർത്തിയെടുക്കാനും സഹായിക്കുന്നുണ്ട്. എൻഹാൻസ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ക്വിക്ക്ലി ഐഡൻറ്റിഫൈ ആൻഡ് റിസോൾവ് എനി ഇഷ്യൂസ്. ഏതൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും റീസോൾവ് ചെയ്യാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റ് സ്കാൻഡൽസുകളോ ക്രൈസിസോ അവോയ്ഡ് ചെയ്യാനും കൂടുതൽ കാലം നിലനിൽക്കുന്നതിനും അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനും ഫേമുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മിനിമൈസസ് വേസ്റ്റ്, റിസ്ക്, കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. കമ്പനികളുടെ വേസ്റ്റ്, റിസ്ക്, കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവോയ്ഡ് ചെയ്യുന്നുണ്ട്. റിസ്ക് കുറയ്ക്കുന്നതിനും തെറ്റായ പ്രവണതകളും മിസ്മാനേജ്മെൻറ്റ് ഉണ്ടാവുന്നതിനെയും വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റികളെയും അവോയ്ഡ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിൽഡ്സ് ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പായിട്ട് പ്രവർത്തിക്കുന്നതിന് കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ അട്രാക്ഷനും അത് ക്രിയേറ്റ്, ആഗോളതലത്തിൽ നല്ല രീതിയിലൊരു അട്രാക്ഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് നമുക്ക് നോക്കാം. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റേക്ക് ഹോൾഡർ ഈസ് എനി പേഴ്സൺ, ഓർഗനൈസേഷൻ, സോഷ്യൽ ഗ്രൂപ്പ് ഓർ സൊസൈറ്റി അറ്റ് ലാർജ് that has a stake in the business. In a corporate body, stakeholders are individuals or groups that influence or have an interest in the firm's actions and decisions. Stakeholders including employees, customers, creditors, suppliers and society play an important role in corporate governance. Stakeholders എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റേക്ക് ഹോൾഡർ മീൻസ് എനി പേഴ്സൺ, ഒരു വ്യക്തിയാകാം, ഒരു ഓർഗനൈസേഷൻ ആകാം, ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആകാം. അറ്റ് എ ലാർജ് ദാറ്റ് ഹാസ് എ സ്റ്റേക്ക് ഇൻ ദ ബിസിനസ്സിൽ ഒരു സ്റ്റേക്ക് അല്ലെങ്കിൽ ഹോൾഡ് ഉള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് എ ഫേംസ് ആക്ഷൻസ് ഓർ ഡിസിഷൻസ് പറയാം. ഒരു ഫേമിൻ്റെ പ്രവർത്തനങ്ങളെയോ ഡിസിഷൻസുകളെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേക്ക് ഉള്ള വ്യക്തികളെയാണ് അല്ലെങ്കിൽ കൂട്ടങ്ങളെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഇൻഡിവിജ്വൽസ് ആകാം, ഓർഗനൈസേഷൻ ആകാം, സോഷ്യൽ ഗ്രൂപ്പ് ആകാം, സൊസൈറ്റി ആകാം. മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷനെ സംബന്ധിച്ചും അവരുടെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, സൊസൈറ്റി, ഗവൺമെൻറ് എന്നിവയാണ്. ഈ ഓരോരുത്തരും ആരൊക്കെ നമുക്ക് നോക്കാം. ഷെയർ ഹോൾഡറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ സ്റ്റേക്ക് ഇൻ ദ ഫേം ത്രൂ ദെയർ ഓണർഷിപ്പ് ത്രൂ ഷെയർ ഹോൾഡിംഗ്. Shareholders invest capital in the business and expect to earn a certain rate of return on that capital. A company's managers act as custodians of the firm on behalf of the shareholders. They either earn capital gains through the sale of shares or earn dividends declared by the firm. Their goals therefore includes share price growth in dividends and growth in the value of shares. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാവ് എ സ്റ്റേക്ക് ഇൻ ദ ഫേം ത്രൂ ദെയർ ഓണർഷിപ്പ് ത്രൂ ഷെയർ ഹോൾഡിംഗ്. അവർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിലേക്ക് പണം കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് കൂടിയാണ്. ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ് ആൻഡ് എക്സ്പെക്ട് ടു ഏൺ എ സെർട്ടൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദാറ്റ് ക്യാപിറ്റൽ. ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ക്യാപിറ്റലിൽ നിന്നും ഒരു നിശ്ചിത റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. A company's managers act as custodians of the firm on behalf of the shareholders. ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന കസ്റ്റോഡിയൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കസ്റ്റോഡിയൻസ് എന്ന് പറഞ്ഞാൽ ആജ്ഞാവർത്തികൾ എന്നൊക്കെ പറയാം. അവരാണ് ആര്? മാനേജേഴ്സ് എന്ന് പറയുന്നത്. They either earn capital gains through the sale of shares or earn dividends declared by the firm. ക്യാപിറ്റൽ ഗെയിൻസ് വഴിയോ അല്ലെങ്കിൽ ഫേം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻസ് വഴിയോ സെയിലിൻ്റെ മുകളിൽ അവർക്ക് ഷെയർ കിട്ടും. Their goals therefore includes share price growth. അവരുടെ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയറിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഗ്രോത്ത് ഇൻ ഡിവിഡൻറ്റിൽ വർധനവ് കൊണ്ടുവരിക എന്നുള്ളതും ആൻഡ് ഗ്രോത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഷെയറിൻ്റെ വാല്യൂവിൽ വർധനവ് കൊണ്ടുവരിക എന്നുള്ളതാണ് കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള മാനേജേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡറാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ആരാ? തൊഴിലാളികൾ എന്ന് പറയാം. എംപ്ലോയീസ് ആർ ദ വർക്കേഴ്സ് എംപ്ലോയിഡ് ബൈ ദ ഫേം. ഫേമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ജീവനക്കാരെയാണ് നമ്മൾ എംപ്ലോയീസ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഹാവ് എ ഡയറക്റ്റ് സ്റ്റേക്ക് ഇൻ ദ കമ്പനി സിൻസ് ദേ ഏൺ ആൻ ഇൻകം ഫോർ ദെയർ ലൈവ്ലിഹുഡ്. എംപ്ലോയീസിന് കമ്പനിയുമായിട്ട് നേരിട്ട് സ്റ്റേക്ക് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള ഇൻകം ഏൺ ചെയ്യുന്നത് കമ്പനിയിൽ നിന്നായതുകൊണ്ട് തന്നെ. ആസ് വെൽ ആസ് ഗെറ്റ് അതർ ബെനഫിറ്റ്സ് ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. മോണിറ്ററി ആയിട്ടുള്ള നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനഫിറ്റുകളും അവർക്ക് കമ്പനിയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. എംപ്ലോയീസ് ഇൻക്ലൂഡ് ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് സബോർഡിനേറ്റ് സ്റ്റാഫ്. കമ്പനിയുടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആരൊക്കെ വരുന്നുണ്ട്? മാനേജ്മെൻറ്റും വരുന്നുണ്ട്, സബോർഡിനേറ്റ് സ്റ്റാഫുകളും വരുന്നുണ്ട്. ദെർഫോർ
ദെയർ ഗോൾസ് ഇൻക്ലൂഡ് ആഡിക്വേറ്റ് റിട്ടേൺസ് ഫോർ ദെയർ സർവീസസ്. അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടുകയും, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബിൽ സംതൃപ്തി ലഭിക്കുകയും, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി ലഭിക്കുകയും, ജോബ് സെക്യൂരിറ്റി, ജോലിയിൽ സുരക്ഷിതത്വം ഉണ്ടാവുകയും, മോട്ടിവേഷൻ, പ്രചോദനം ഉണ്ടാവുകയും, ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, സ്വയം ആത്മസാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് അവരുടെ ഗോൾസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. കോർപ്പറേഷൻസ് എക്സിസ്റ്റ് ടു സെർവ് ദെയർ കസ്റ്റമേഴ്സ്. Customers are important stakeholders of a business because they are impacted by the quality of service and its value. Customers keep companies live by purchasing their products and services. Consumer is an individual who buys products and services for personal use and not for manufacture or resale. A consumer is someone who can make the decision whether or not to purchase an item, and someone who can be influenced by marketing and advertisement. കോർപ്പറേഷൻസിനെ സംബന്ധിച്ച് കോർപ്പറേഷൻസിൻ്റെ പ്രധാനപ്പെട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് കൺസ്യൂമർ ഇസ് ദ കിങ് ഇൻ ദ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. മാർക്കറ്റിലെ രാജാവ് എന്ന് പറയുന്നത് കൺസ്യൂമർ തന്നെയാണ്. അപ്പോൾ കോർപ്പറേഷൻസ് പ്രവർത്തിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെർവ് ദെയർ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻസ് എക്സിസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദേ ആർ ദ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ ബിസിനസ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചും അവർക്ക് കിട്ടേണ്ടത് എന്താ വെച്ചാൽ ക്വാളിറ്റി ഓഫ് സർവീസസ് ആൻഡ് ഇറ്റ്സ് വാല്യൂ. അവർ പ്രൊവൈഡ് ചെയ്യുന്ന പണത്തിനനുസരിച്ച് ക്വാളിറ്റി ഓഫ് സർവീസും അതിന് വാല്യൂവും കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സ് കീപ്പ് കമ്പനീസ് ലൈവ് ബൈ പർച്ചേസിങ് ദെയർ പ്രൊഡക്ട്സ്. കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ട് കമ്പനിയെ ലൈവാക്കി മാറ്റുന്നതും, അല്ലെങ്കിൽ കമ്പനിയുടെ സർവീസുകൾ ഉപയോഗിച്ചിട്ട് കമ്പനിയെ നിലകൊള്ളാനുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികളാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. Therefore, consumer is an individual who buys products and services for personal use. പേഴ്സണൽ യൂസിന് വേണ്ടി പ്രൊഡക്ട്സുകളോ സർവീസുകളോ വാങ്ങുകയും, ആൻഡ് നോട്ട് ഫോർ മാനുഫാക്ചർ ഓർ സെയിൽ, നിർമ്മാണത്തിനോ റീസെയിലിന് വേണ്ടിയിട്ടോ അല്ലാതെ പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രമായി പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെയാണ് കൺസ്യൂമർ എന്ന് പറയുക. എ കൺസ്യൂമർ ഈസ് സംവൺ ഹൂ ക്യാൻ മേക്ക് ദ ഡിസിഷൻ വെദർ ഓർ നോട്ട് ടു പർച്ചേസ് എൻ ഐറ്റം. ഒരു ഐറ്റം പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള അവകാശം കൺസ്യൂമർക്കുണ്ട്. ആൻഡ് സംവൺ ഹൂ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. മാർക്കറ്റിങ്ങിനെയും അഡ്വർടൈസ്മെൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളും കൂടിയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡറാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് പ്രൊവൈഡ് മണി ടു ദ കമ്പനി ത്രൂ ബൈയിങ് കോർപ്പറേറ്റ് ബോണ്ട്സ്. ദേ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ഹെൽപ്പ് ടു മീറ്റ് ദ ഫേംസ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. Their investment objectives include receiving repayment of loan amount and regular receipt of interest. The firm's credit rating is also of their primary concern, as they need a guarantee that their money is safe. Creditors എന്ന് പറഞ്ഞാൽ ആരാണ്? Creditors എന്ന് പറഞ്ഞാൽ they provide money to the company through buying corporate bonds. കോർപ്പറേറ്റ് ബോണ്ടുകൾ വാങ്ങിക്കൊണ്ട് കമ്പനിക്ക് പണം കൊടുക്കുന്ന വ്യക്തികളെയാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. They are important because they help to meet the firm's capital requirement. ഫേമിന് ആവശ്യമുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന വ്യക്തികളാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. Their investment objectives include receiving repayment of loan amount. അവർ കൊടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് തിരികെ ലഭിക്കുക എന്നുള്ളതും, ആൻഡ് റെഗുലർ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ പലിശയുടെ കൃത്യമായിട്ട് റെസിപ്റ്റ് ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അതാണ്. The firm's credit rating is also of their primary concern. ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുള്ളത് ഫേമിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ. ആസ് ദേ നീഡ് എ ഗ്യാരണ്ടി ദാറ്റ് ദെയർ മണി ഈസ് സേഫ്. അവർ കൊടുക്കുന്ന പണം സേഫ് ആണ് എന്നുള്ളത് ഉറപ്പുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അതിൻ്റെ ഭാഗമായിട്ട് ഫേമിന് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടോ, പണം തിരിച്ചടയ്ക്കാനുള്ള അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ ഉണ്ടോ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഫേമിന് കടം കൊടുക്കാൻ ക്രെഡിറ്റേഴ്സ് തയ്യാറാകുന്നത്. അവർ കൊടുക്കുന്ന പണം സേഫ് ആണെന്ന് അവർക്ക് ഉറപ്പ് വരണം. അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റ്സ് ക്യാൻ ആൾസോ ബി കൺസിഡേർഡ് ടു ബി എ മേജർ സ്റ്റേക്ക് ഹോൾഡർ ഇൻ എ ബിസിനസ്. ദ ഗവൺമെൻറ് ഈസ് എ മേജർ പ്ലെയർ ഇൻ എനി ബിസിനസ് എൻവയോൺമെൻറ്റ് ആസ് ഇറ്റ് പ്ലേസ് എ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി റോൾ. The government aims to ensure that all companies abide by the existing legal provisions. Matters such as tax payment, licensing, standardization, and protection of consumer welfare form part of the objectives of the government with regards to companies. ഗവൺമെൻറ്റിനെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡറായിട്ട് കൺസിഡർ ചെയ്യാം.
The government is a major player in any business environment as it plays a regulatory and supervisory role. ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി റോൾ വഹിക്കുന്ന വ്യക്തികളാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഈസ് എ മേജർ പ്ലെയർ ഇൻ എനി ബിസിനസ് എൻവയോൺമെൻറ്റ്. ഏതൊരു ബിസിനസ് എൻവയോൺമെൻറ്റിലെയും മേജർ പ്ലെയർ ആണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് എ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി റോൾ. ഒരു കൺട്രോളറുടെ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ റോള് പ്ലേ ചെയ്യുന്നവരാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് എയിംസ് ടു എൻഷുർ ദാറ്റ് ആൾ കമ്പനീസ് എബൈഡ് ബൈ ദ എക്സിസ്റ്റിംഗ് ലീഗൽ പ്രൊവിഷൻസ്. എല്ലാ കമ്പനികളും നിയമപരമായിട്ട് അല്ലെങ്കിൽ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തലാണ് ഗവൺമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. മാറ്റേഴ്സ് സച്ച് ആസ് ടാക്സ് പേയ്മെൻറ്റ്, ടാക്സ് കൊടുക്കുന്നുണ്ടെന്നും ലൈസൻസിങ് അതായത് കമ്പനികൾക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ വെൽഫെയർ, ഉപഭോക്താക്കളുടെ ക്ഷേമവും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സുകൾ മാത്രമാണ് അല്ലെങ്കിൽ സർവീസുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്തലുമാണ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് വിത്ത് റിഗാർഡ്സ് ടു കമ്പനീസ്. കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി എന്ന് പറയും. എ കമ്പനി ഷുഡ് സ്ട്രൈവ് ടു ബി എ ഗുഡ് സിറ്റിസൺ ബൈ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കമ്മ്യൂണിറ്റീസ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. The value and ethical standards that a company adopts are the long-term assets of the organization. That approach is entirely consistent with the basic idea of the concept of corporate social responsibility. In the economic area of the CSR concept, corporate governance plays a greater role. It is a system by which business corporations are directed and controlled. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്പനി ഷുഡ് സ്ട്രൈവ് ടു ബി എ ഗുഡ് സിറ്റിസൺ ബൈ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കമ്മ്യൂണിറ്റീസ് ഇറ്റ് ഓപ്പറേറ്റ്സ്. കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ഗുഡ് സിറ്റിസൺ ആയിട്ട് മാറുന്നത്. ദ വാല്യൂ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് എ കമ്പനി അഡോപ്റ്റ്സ് ആർ ലോങ് ടേം അസറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന വാല്യൂ അതുപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷൻ്റെ ദീർഘകാലത്തേക്കുള്ള ഒരു അസറ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. കൃത്യമായ വാല്യൂവും സൊസൈറ്റിയുടെ വാല്യൂസും എത്തിക്കൽ സ്റ്റാൻഡേർഡുകളും ഫോളോ ചെയ്യുകയും അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ലോങ് ടേം അസറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ ഒരു ലോങ് ടേം അസറ്റായിട്ട് അത് മാറും. ദാറ്റ് അപ്രോച്ച് ഈസ് എൻറ്റയർലി കൺസിസ്റ്റൻറ്റ്. ആ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് ബേസിക് ഐഡിയ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ആശയം തന്നെ വന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ആശയം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, CSR എന്ന് പറയുന്നത്. ഈ CSR പ്രകാരം എവറി കമ്പനീസ് ഷുഡ് പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് ദെയർ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ടു ദെയർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഭാഗമായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ നിശ്ചിത പങ്ക് അവർ മാറ്റി വയ്ക്കണം എന്നുള്ള ഒരു റൂള് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം കമ്പനി പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയിലായതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ റിസോഴ്സസും സൊസൈറ്റിയിലെ വസ്തുക്കളുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഹാഡ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ സൊസൈറ്റിയോട് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആശയം തന്നെ ഡെവലപ്പ് ചെയ്തത്. In the economic area of CSR concept, corporate governance plays a greater role. CSR കോൺസെപ്റ്റിൻ്റെ എക്കണോമിക് ഏരിയയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ബൈ വിച്ച് ബിസിനസ് കോർപ്പറേഷൻസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. ബിസിനസ് കോർപ്പറേഷൻസിനെ ഡയറക്റ്റ് ചെയ്യും കൺട്രോൾ ചെയ്യും ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേറ്റ് ബോഡിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഷെയർ ഹോൾഡേഴ്സ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണർഷിപ്പുള്ള വ്യക്തികൾ. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ സ്റ്റേക്ക് ഇൻ ദ ഫേമിൽ സ്റ്റേക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ദെയർ ഓണർഷിപ്പ് ത്രൂ ഷെയർ ഹോൾഡിങ്ങിൽ കൂടെ അവരുടെ ഓണർഷിപ്പും കൂടെ വഹിക്കുന്നവരാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിയിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്ത് കിട്ടണം? കമ്പനിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ നിശ്ചിത പങ്ക് അവർക്ക് ഡിവിഡൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തേതാണ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ബൈ ദ ഫേമിൻ്റെ വർക്കേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എംപ്ലോയീസ് എന്ന് പറയുന്നത്. എംപ്ലോയീസിൻ്റെ ഡയറക്റ്റ് സ്റ്റേക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് വെച്ചാൽ ദേ ഏൺ ഇൻകം ഫോർ ദെയർ ലൈവ്ലിഹുഡ് ഫ്രം ദെയർ കോർപ്പറേഷൻസിൽ നിന്നാണ് അവർക്ക് അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്നത്. ആസ് വെൽ ആസ് ഗെറ്റ് അതർ ബെനിഫിറ്റ്സ് ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റും അവർ കോർപ്പറേഷൻസിൽ നിന്നും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ മസ്റ്റ് ഗെറ്റ് എ റിട്ടേൺ ഫോർ ദെയർ സർവീസസ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, റെമ്യൂണറേഷൻ, ജോബ് സെക്യൂരിറ്റി, മോട്ടിവേഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. മൂന്നാമത്തേതാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കസ്റ്റമേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഹാവ് എ ഡയറക്റ്റ്
സ്റ്റേക്ക് ഇൻ ദ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് സ്റ്റേക്കുള്ള വ്യക്തികളാണ് കസ്റ്റമേഴ്സ് ആർ ദ കിങ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻസ് എക്സിസ്റ്റ് ടു സെർവ് ദെയർ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുക എന്നുള്ളത് കോർപ്പറേഷൻസിൻ്റെ ഡ്യൂട്ടിയാണ്. ബിക്കോസ് ദേ ഹാവ് ടു ഗെറ്റ് ഗുഡ് ക്വാളിറ്റി ഓഫ് സർവീസസ് ആൻഡ് ഇറ്റ്സ് വാല്യൂ. നല്ല ക്വാളിറ്റി ഓഫ് സർവീസും അതിൻ്റെ വാല്യൂവും അവർക്ക് കിട്ടണം. അതുപോലെ തന്നെ ദേ wanted to get value for their money through quality products, reliable service, good customer care and fair practices. അടുത്തത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് പ്രൊവൈഡ് മണി ടു ദ കമ്പനി ത്രൂ ബൈയിങ് കോർപ്പറേറ്റ് ബോണ്ടുകൾ വാങ്ങിയിട്ട് കമ്പനിക്ക് പണം നൽകുന്നവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ഹെൽപ്പ് ടു മീറ്റ് ദ ഫേംസ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് റിസീവിംഗ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ എമൗണ്ട് ആൻഡ് റെഗുലർ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അടുത്തത് ഗവൺമെൻറ്റ്സ് ക്യാൻ ആൾസോ ബി കൺസിഡേർഡ് ആസ് എ മേജർ സ്റ്റേക്ക് ഹോൾഡർ ഇൻ എ ബിസിനസ്. ഇറ്റ് ഈസ് എ മേജർ പ്ലെയർ ഇൻ എനി ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഗവൺമെൻറ് ആക്ട്സ് ആസ് എ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി റോൾ. ഗവൺമെൻറ് ഒരു റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി റോളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എയിംസ് ടു എൻഷുർ ദാറ്റ് ആൾ കമ്പനീസ് അബൈഡ് ബൈ ദ എക്സിസ്റ്റിംഗ് ലീഗൽ പ്രൊവിഷൻസ്. നിലവിലുള്ള ലീഗൽ പ്രൊവിഷൻസ് അനുസരിച്ച് എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നതും ഉറപ്പുവരുത്തലും ടാക്സ് പേ ചെയ്യുന്നുണ്ടെന്നും ലൈസൻസിങ് ഉറപ്പുവരുത്തുന്നതും സ്റ്റാൻഡർഡൈസേഷൻ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ വെൽഫെയർ നടപ്പിലാക്കുക എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, പിന്നെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ക്രിയേറ്റ് വെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് വൈൽ സൊസൈറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് എ കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഫോർ ദ ബിസിനസ് ടു ഫ്ലറിഷ് ആൻഡ് ഗ്രോ. അതുകൊണ്ട് തന്നെ വാല്യൂ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് എ കമ്പനി അഡോപ്റ്റ്സ് ആർ ദ ലോങ് ടേം അസറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷനെ സംബന്ധിച്ചും അവരുടെ ലോങ് ടേം അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന വാല്യൂ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡാണ്. ഓർഗനൈസേഷൻ്റെ വാല്യൂ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡാണ് ആ ഫേം ഫോളോ ചെയ്യുന്ന ലോങ് ടേം അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെനി ഓർഗനൈസേഷൻസ് ഹാവ് ആൾറെഡി റിയലൈസ് ദാറ്റ് ഇഫ് ദേ വാണ്ട് ടു ബി സക്സസ്ഫുൾ ദേ മസ്റ്റ് ഹാവ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് നിർബന്ധമായിട്ടൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ഓർഗനൈസേഷൻസ് സക്സസ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് എ മേജർ കോൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്ലേസ് എ ഗ്രേറ്റർ റോൾ. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഏരിയയിൽ പ്ലേ ചെയ്യുന്ന ഒരു മേജർ കോൺസെപ്റ്റാണ് CSR എന്നുള്ളത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് വലിയ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നേട്ടങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേഷൻ, ഒരു കോർപ്പറേഷൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോഡിയുടെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്ന് മനസ്സിലാക്കുക. സ്റ്റേക്ക് ഹോൾഡർ ഈസ് എനി പേഴ്സൺ, ഓർഗനൈസേഷൻ, സോഷ്യൽ ഗ്രൂപ്പ് ഓർ സൊസൈറ്റി അറ്റ് ലാർജ് ദാറ്റ് ഹാസ് എ സ്റ്റേക്ക് ഇൻ ദ ബിസിനസ്സിൽ ഒരു സ്റ്റേക്ക് ഉള്ള ഒരു പേഴ്സണോ ഓർഗനൈസേഷനോ സോഷ്യൽ ഗ്രൂപ്പോ സൊസൈറ്റിയോ നമുക്ക് എന്ത് പറയാം, സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രധാനമായിട്ടും ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്, സൊസൈറ്റി, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഇവരൊക്കെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? സേഫ് ഗാർഡ് ദ മണി ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം സേഫ് ഗാർഡ് ചെയ്യാം. എൻഷുർ ദ സക്സസ് ഓഫ് ദ കോർപ്പറേറ്റ്, ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, ഇംപ്രൂവ്സ് ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ, എൻഹാൻസസ് സസ്റ്റൈനബിലിറ്റി, മിനിമൈസസ് വേസ്റ്റ് ആൻഡ് റിസ്ക്, കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്, ബിൽഡ്സ് ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്, ഗ്ലോബൽ അട്രാക്ഷൻ. ഓക്കെ, വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. താങ്ക് യു.